വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ ഇന്നലെ ക്രിസ്തുമസ് ആഘോഷം അലങ്കോലമാക്കിയ പാലക്കാട് നല്ലേപ്പള്ളി യു പി സ്കൂളിൽ ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ക്രിസ്തുമസ് കരോൾ നടത്തി. അതേസമയം BHPയുടെ നടപടി തള്ളുന്നതായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഡൽഹിയിൽ പറഞ്ഞു. നൂറോളം ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് കരോൾ ഗാനങ്ങളുടെ അകമ്പടിയോടെ സ്കൂളിലേക്ക് മാർച്ച് ചെയ്തത്. പിന്നാലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കരോളുമായി എത്തി. ഇരു സംഘടനകളും സ്കൂളിലെത്തി കരോൾ പാടി. സ്കൂൾ കുട്ടികളും ഇവർക്കൊപ്പം ചേർന്നു. ഇന്നലെ ക്രിസ്മസ് ആഘോഷം നടത്തിയതിന് അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകരെ ഇന്ന് കോടതി റിമാൻഡ് ചെയ്തു. രണ്ടുപേരാണ് നിലവിൽ കേസിലെ പ്രതികൾ. ക്രിസ്ത്യൻ മേഖലയിൽ സ്വാധീനം കൂട്ടാൻ ലക്ഷ്യമിട്ട് ക്രൈസ്തവ വീടുകളിലേക്ക് BJP നടത്തുന്ന സ്നേഹ സന്ദേശ യാത്ര ഇന്ന് തുടങ്ങുമ്പോഴാണ് പാലക്കാട് സംഭവങ്ങൾ. താമരശ്ശേരി ബിഷപ്പ് ഹൌസിൽ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. പാലക്കാട്ടെ സംഭവത്തിൽ നിന്ന് BJPക്ക് ഒഴിഞ്ഞു മാറാനാവില്ലെന്ന് അടുത്തിടെ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ പ്രതികരിച്ചു. BJPക്ക് ഇതിന്റെ ഉത്തരവാദിത്വം ഒളിച്ചോടാൻ സാധിക്കില്ല. ഈ വിഷയം ഉണ്ടായതിനു ശേഷം BJPയുടെ സംസ്ഥാന നേതൃത്വം തന്നെ നേരിട്ട് ഈ വിഷയം അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമം നടത്തിയിട്ടുണ്ട്. യുവമോർച്ച ജില്ലാ നേതാക്കൾ പോലീസുമായും സ്കൂൾ അധികൃതരുമായും സംസാരിച്ച് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്.